നമസ്കാരം. മീറ്റ് ദി എഡ്ജസ് തുടങ്ങുന്നു. ആദ്യം ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ ചെമ്പഴന്തിയിലേക്ക് പോയ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം DCC അംഗം ചേന്തി അനിൽ ഉൾപ്പെടെയുള്ള സംഘാടകർ തടഞ്ഞു നിർത്തുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ വി ഡി സതീശൻ പ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതികരിക്കുകയും ചെയ്തു. പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് മോശമായി പെരുമാറിയെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി ലിസ്റ്റിൽ ചേന്തിയിലെ പരിപാടി ഉണ്ടായിരുന്നില്ല. അതേസമയം മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ തീയതി എടുത്തതാണ് എന്നും ഉള്ളൂരിൽ കല്യാണ വീട്ടിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി തങ്ങളുടെ പരിപാടിക്ക് എത്തിയില്ല എന്നും DCC അംഗം ചേന്തി അനിൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. അപ്പോൾ ഇന്നലെ വരെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ട്, ഈ കമ്മിറ്റി വരെ ഞാനും ഇത് പ്രസിഡന്റ് ജേക്കബ് ഞങ്ങൾ പോയി കണ്ട്. അപ്പം പറഞ്ഞ് ഞങ്ങൾ എല്ലാ വർഷവും 7 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം വെക്കുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു 6 മണിക്ക് വെക്കണം, 6:30 ഗുരുകുലത്തിൽ ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോകാനുണ്ട്. അപ്പം അത് പ്രകാരം ഞങ്ങൾ നോട്ടീസിലെല്ലാം ഞങ്ങൾ 6 മണി എന്നുള്ളത് 5:30 മണിയാക്കി ഞങ്ങൾ ക്രമീകരിച്ചു. വൈകിട്ട് 5 മണി വരെയും വരും എന്നുള്ള ഒരു ഇതിൽ ആണ് ഞങ്ങൾ അറിയിപ്പ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 5:30 മണിയായപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞ് അത് ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളൂർ വന്നിട്ട് പുള്ളി നേരെ ചെമ്പഴന്തിയിലാണ് പോകുന്നത്. അപ്പോൾ ഉള്ളൂർ ഞാൻ നോക്കിയപ്പോൾ നേരത്തെ മരണമടഞ്ഞ സന്തോഷിന്റെ സഹോദരിയുടെ മകളുടെ കല്യാണം മറ്റന്നാളാണ്. അപ്പോൾ അന്ന് പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി നേരത്തെ അവിടെ പോയി അരമണിക്കൂറോളം അവിടെ ചെലവഴിക്കും. എൻ്റെ ഈ ഗുരുമന്ദിരവും ഉള്ളൂരുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. ഇതുവഴി പോകുമ്പോൾ നമുക്കൊന്ന് കൈ കാണിച്ച് നിർത്തി നമുക്ക് കാര്യം പറയാം എന്ന് പറഞ്ഞ് ഈ ജനം എന്താ നിങ്ങൾക്ക് നോക്കിയറിയാം. ഇത്രയും എല്ലാവരും കൂടെ ഞങ്ങൾ ഇറങ്ങി റോഡിൽ നിന്ന് വണ്ടി വന്നപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെ ശോഭിച്ച് പുള്ളിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന വേറൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതാണ് വന്ന് ഇവിടെ വന്നൊരു ദീപം തെളിയിച്ചിട്ട് ഇദ്ദേഹം 1 മിനിറ്റ് സമയം മതി, ദീപം തെളിയിച്ചിട്ട് ഒന്ന് പോയെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ പുള്ളി അത് വേറെന്തോ തെറ്റിദ്ധരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം എന്തൊക്കെയോ പുള്ളി അങ്ങ് വയലന്റ് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. പുള്ളി ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ മോർ ദാൻ 3-4 മന്ത്സിന്റെ കഷ്ടപ്പാടാണ് എല്ലാവരുടെയും. ഇത്രയും അധികം ആളുകളെ വിളിച്ചു വരുത്തി നമ്മൾ ഓരോ പ്രതീക്ഷകളും കൊടുത്തിട്ട് മുഖ്യമന്ത്രി വരാതിരുന്നപ്പോൾ വളരെ ദുഃഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഗുരുദേവന് ജാതിയില്ലല്ലോ, രാഷ്ട്രീയം വെച്ച് ഇത് ചെയ്തത് വളരെ മോശമായിപ്പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊണ്ടേ ചാടി കയറിപ്പോയി. എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഇത്രയും കഴിയും, നമ്മളെ പോലുള്ളവരുടെ വോട്ടിട്ടാണ് ഇത്രയും ആയത്. അത് ചിന്തിച്ചില്ലല്ലോ. ഞങ്ങൾ എന്തുമാത്രം വിഷമത്തിലാണ് ഇരിക്കുന്നത് അറിയാമോ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യം. കാത്തിരുന്ന് വന്ന് ഇറങ്ങി, ശകലം വന്ന് ഇറങ്ങി ഉടനെ കയറി പോവുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ അവിടെ പോയി സ്വീകരിക്കാനായിട്ട് നിന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോഴും നമ്മൾ സന്തോഷിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ വരുമെന്ന്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോയപ്പോ നമ്മൾക്കെല്ലാം ഭയങ്കര സങ്കടമായി. 3:30 മണി തൊട്ടേ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എന്നാലും അത് മോശമായി പോയി കാണിച്ചത്. ഇന്നലെയൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ സമയത്ത്. ഗുരുദേവ ജയന്തി ദിനത്തിൽ നടന്ന പരിപാടിയാണ്. പരിപാടിയിൽ മുഖ്യമന്ത്രി വരുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ചേന്തി അനിൽ പ്രതികരിച്ചിരിക്കുന്നത്. MG പ്രതീഷിന്റെ വിവരങ്ങളുമായി. പ്രതീഷ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് കുറച്ച് പ്രവർത്തകരെ കൂട്ടി മുഖ്യമന്ത്രിയെ തടയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രി ഇറങ്ങി അതിൽ ക്ഷുഭിതനായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് പ്രതീഷ്? സ്മൃതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഔദ്യോഗിക ഷെഡ്യൂൾ പ്രകാരം ഈ ചേന്തിയിലെ ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ പരിപാടി മുഖ്യമന്ത്രിയുടെ പേരിലില്ല. ഇന്ന് 6:15 ഈ ചെമ്പഴന്തിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഈ ചെമ്പഴന്തിയിലെ പരിപാടിയിലേക്ക് പോകുന്ന വഴി മുഖ്യമന്ത്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഈ ചെമ്പഴന്തിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിന്റെ പരിപാടി നടക്കുന്ന ആ ഭാഗത്ത് വെച്ച് ഈ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ കൈ കാണിക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുകയും ഈ ചേന്തി അനിലും മുഖ്യമന്ത്രിയും തമ്മിൽ ചില വാക്കേറ്റമുണ്ടാവുകയും ചെയ്തത്. ചേന്തി അനിൽ പറയുന്നത് മുഖ്യമന്ത്രി ക്ഷുഭിതനായി എന്തൊക്കെയോ സംസാരിച്ചു എന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയോട് ഈ പ്രവർത്തകർ മോശമായി സംസാരിച്ചു എന്നതാണ്. അങ്ങനെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറി നേരെ ചെമ്പഴന്തിയിലേക്ക് പോവുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ സംഘാടകർ ആ പരിപാടി തന്നെ ഉപേക്ഷിക്കുകയും മുഖ്യമന്ത്രി പോയിട്ടും ഈ പരിപാടി പ്രവർത്തകരും നാട്ടുകാരും
പോലീസുകാരും ഒക്കെ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഘാടകരും നാട്ടുകാരും പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതീക്ഷ ഇതിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ ഷെഡ്യൂളിൽ ഈ പരിപാടി ഇല്ല എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്നാണ് ഇപ്പോൾ ജയന്തി അനിൽ പറയുന്നത്. എത്തുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു അല്പം മുമ്പ് വരെ എന്നാണല്ലോ പറഞ്ഞത്. എവിടെ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്? ആ സ്മൃതി, സംഘാടകർ പറയുന്നത് നേരത്തെ മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പോയി കാണുകയും തീയതി എടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ വരെ ഈ പ്രോട്ടോകോൾ ഓഫീസർമാരും പോലീസുകാരും ഇവിടെ എത്തുകയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വൈകിട്ടോട് കൂടിയാണ് മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള അറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചതായുള്ള വിവരം ഇവർ പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് നേരത്തെ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ചെമ്പഴന്തിയിലെ പരിപാടിയിൽ പോലും മുഖ്യമന്ത്രി നേരത്തെ എത്തി വളരെ പെട്ടെന്നാണ് മടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിക്കുന്നത്. ശരി, മുഖ്യമന്ത്രിയെ തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതിഷേധിച്ച കാഴ്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് കണ്ടത്. NG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.